നമ്മൾ താമസിക്കുന്നിടത്ത് രാജസ്ഥാനിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് ഇരുമ്പിൻ്റെ കുറച്ച് വീട്ടിലാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പോയിട്ട് നേരിട്ട് വാങ്ങാമെന്നുള്ളതിൽ പോയത് കണ്ടില്ലേ. കത്തി, നമ്മുടെ ദോശത്തവ, മഴു, മറ്റേ കറിക്കരിയുന്ന സംഭവങ്ങളാകട്ടെ പലതരത്തിലുള്ള വ്യത്യസ്തമായ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് പോയതാണ്. കുറച്ച് വിലപേശി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ പോയാലേ നമ്മുടെ വിറക് മുറിക്കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ ഈ സമയത്ത് വാങ്ങിച്ചേ റോഡ് സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. രാജസ്ഥാനിൽ കുറച്ച് ആൾക്കാരൊന്നും ഉണ്ടാക്കുന്നു. അതാണ് ഇപ്പോൾ വാങ്ങിച്ചത് ഒരാഗ്രഹം. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ വാങ്ങിട്ട് വരാൻ പറഞ്ഞായിരുന്നേ. അവര് 600 പറഞ്ഞു. വാക്കത്തികൾ വാങ്ങിക്കാറില്ലേ? കത്തിയൊക്കെ ട്രെയിനിൽ കൊണ്ടുപോയി കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാലേ കേസാണ് ജയിലിൽ. അപ്പൊ ഇതാകുമ്പോ എങ്ങനെ തുണിക്കകത്തിട്ട് വെച്ച് കൊണ്ടുപോകും. ഇതാകുമ്പോൾ ആയതെന്ന് പറയുമ്പോൾ ഇത് പിടിയൊന്നുമില്ലല്ലോ. തുണിക്കകത്തൊക്കെ കത്തിയൊക്കെ ആകുമ്പോൾ അത് പിടിയോടുള്ളത് ജയിലിൽ കിടക്കണമെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അത് അവർ 600 പറഞ്ഞു. അത്യാവശ്യം ഭാഷ അറിയാവുന്നുണ്ട്. തർക്കിച്ച് 300 കൊടുത്തു. 350 പറഞ്ഞു. എന്നിട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ 300 കൊടുത്ത് വാങ്ങിച്ചു. വലിയ ചപ്പാത്തി കല്ലൊക്കെ ഉണ്ട് വലുത്. അപ്പോൾ ഞാനത് നാളെ അത് വന്ന് വാങ്ങാന്ന് പറഞ്ഞ് ഒന്ന് മയപ്പെടുത്തിയപ്പോൾ ശരിയെന്ന് പറഞ്ഞ് 300 രൂപയ്ക്ക് തന്നു. അപ്പോൾ അതാണ് 2-3 കിലോ വെയിറ്റ് ഉണ്ട്. നാട്ടിൽ പോയിട്ട് അത് നമുക്ക് ഇടാം. ഇതിപ്പോൾ തുണിക്കകത്ത് വെച്ച് കൊണ്ടുപോകേണ്ടതല്ലേ. വാക്ക് തെറ്റിക്കാതെ പറ്റുന്ന ഭാര്യയും കൊണ്ട് പോയതാ ചപ്പാത്തി തവ വാങ്ങാനായിട്ട്. എനക്ക് ചുപ്പുണ്ട് ഒന്നിച്ചത്. कौन सा सर में डालेगा? कौन? वो ये मेरे का नहीं है, इसका वो पोछा. ओ भाई मैं कल आके पूछे ना. हाँ हाँ. ഒരു സൈഡ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ഈ സൈഡ് ദോശ ഉണ്ടാക്കുന്നത്. 2 സൈഡാണ്. പുതിയ മോഡലാണ്. നല്ല വെയിറ്റ് ഉണ്ട്. कितना के देगा? ले ले मैं कल भी आया वो लेके गया. बोलो ना. 400 से ज़्यादा है. कितने देते हैं? 200 का आएगा. 200 में तंदूरी 200 भैया. അവർ 400 പറഞ്ഞു. 200 ചോദിച്ച് തന്നില്ല. ഒരു 250 പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. 250 കൊടുത്ത് വാങ്ങാൻ പോവാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന സൈഡ്. ഇവിടെ ചപ്പാത്തി, ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള സൈഡ് ദോശ ഉണ്ടാക്കുന്നത്. എൻ്റെ പൊന്നെ എന്തായി തീരുവോ? അപ്പോൾ ഒരു സൈഡ് അടുപ്പത്തുമ്പോൾ എന്ത് ചെയ്യട്ടോ? साढ़े 2 मैं कल पूछा था ना. सुबह कुछ चाहे तो मैं आएगा. हाँ थोड़ा मुझे केरला मलबारी. जैसा गुड़ आता है ना. हाँ इधर वो उसको क्या बोलते हैं? बेल्लम. हाँ उसमें वो मसाला डालते ना. हाँ मसाला वाला गुड़. ഞങ്ങൾ അങ്ങനെ 250 രൂപയ്ക്ക് വാങ്ങിച്ചു അല്ലേ. വലിയ കഥ ഉണ്ടാക്കുമ്പോൾ അറിയാം എങ്ങനെ ആവുമെന്ന്. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ കത്തിത്തോട്ടിയുടേത്. കത്തി ഇതിവിടെ ഉള്ളവർ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുന്നതേ ഇങ്ങനെയുള്ള സംഭവത്തിൽ അതിൽ ഇരുന്നിട്ട് അതിൽ കട്ട് ചെയ്യുന്ന അതാണ്. അപ്പോൾ അതെ കൊടുവാളാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ളതല്ല. തീരെ ഡിഫറെൻ്റാണ് അതിൻ്റെ ഷേപ്പും എല്ലാം. അപ്പോൾ അവർ ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതുണ്ടോ. ഇവിടെ കുടുംബത്തോടെ ഇവിടെ താമസിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ചെറിയ തൂമ്പ എന്തിനത് അമ്മ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ എല്ലാം ചെയ്തുണ്ടാക്കുന്ന ഫാമിലി ആയിട്ട്. 500 രൂപ ചെയ്യുന്ന ചേട്ടി. നല്ല വെയിറ്റുള്ള വലിയത് വേണോ? വേണ്ട വേണത് വേണ്ട. ചോർമല്ലേ പിന്നെ കിടക്കല്ലേ. പിന്നെ ദോശയും ചപ്പാത്തിയൊക്കെ മസാല ദോശയൊക്കെ ഉണ്ടാക്കാം അല്ലേ. അടി ഉണ്ടാകുമ്പോൾ അതെടുത്ത് തലക്കെടുത്ത് വെക്കണ്ട കേട്ടാ. അപ്പോൾ നമ്മൾ ഇന്നലെ പോയിട്ടൊരു മഴു വാങ്ങിച്ചു. ഇന്നൊരു ദോശക്കല്ല് 400 രൂപ 250 രൂപ കൊടുത്ത് വാങ്ങിച്ചത്. ഓരോരുത്തരും ഒരു ദയദാക്ഷിണ്യമില്ലാതെ 100 രൂപയ്ക്കൊക്കെ ചോദിക്കുന്നത് ദോശക്കല്ല്. നമുക്കൊരു സാമാന്യ മര്യാദ ഇല്ലേ? ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരു മര്യാദ വില കൊടുക്കണ്ടേ. എന്നിട്ട് 250 രൂപ കൊടുത്തു.
ഇപ്പോൾ കുറവാണോ കൂടുതലാണോന്നുള്ള അറിയില്ല, കാരണം അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന് അതിൻ്റെ ഒരു മര്യാദ മാന്യമായൊരു വില കൊടുക്കണ്ടേ. നമ്മുടെ നാട് വിട്ട് പുറത്തു വന്നതുപോലെ പല സാധനങ്ങളും ചീപ്പ് റേറ്റിന് കിട്ടും, പക്ഷെ കൊണ്ടുപോകാനോ ബുദ്ധിമുട്ട്. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.